എടി നീ ഈ സാധനം മണപ്പിച്ച് നോക്കിയാൽ നിനക്ക് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ കണ്ടുപിടിച്ചോളാം. നീ കണ്ടുപിടി എന്താണ് സംഭവം. മണ്ണ. ഇറ്റ്സ് മീ ഇർഫാന ആൻഡ് ഇറ്റ്സ് മൈ ഹസ്ബൻഡ് റിയാസ്. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. പുതിയൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു വീഡിയോ വെച്ചാൽ നമ്മുടെ കയ്യിലൊരു കറുത്ത ടവല് കണ്ടല്ലോ. ടവലല്ല, ഇവളുടെ ഷോളാണ്. അപ്പൊ ഈ ഷോള് കൊണ്ട് ഇവളെ കണ്ണ് കെട്ടി ഇന്ന് നമ്മളൊരു ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാല് നമ്മളെ കയ്യിൽ 5 ഐറ്റംസ് ഉണ്ട്. 5 ഐറ്റംസ്, എന്റെ കയ്യിൽ 5 ഐറ്റംസ്. അപ്പൊ അത് ഇപ്പൊ ഞാനാണ് ഫസ്റ്റ് ചെയ്യാൻ പോണ. അപ്പൊ എന്റെ കണ്ണ് കെട്ടിയിട്ട് ഇക്ക എടുത്ത് വെച്ചേക്കണ 5 ഐറ്റംസ് ഇക്ക ഒരു ബോക്സിൽ വെച്ചേക്കും. അപ്പൊ ഞാനത് തൊട്ട് നോക്കിയോ മണത്ത് നോക്കിയോ എന്തെങ്കിലും ചെയ്ത് കണ്ടുപിടിക്കണം. രുചിച്ചു നോക്കാം. അപ്പൊ ആ 5 ഐറ്റംസ് ഞാൻ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇവിടെ കണ്ണ് കെട്ടിയിട്ടാണ് കാണിച്ചിരുന്നത്, ഇല്ലെങ്കിൽ ഇവള് കണ്ടുപിടിച്ചോളേ. അപ്പൊ ഞാൻ സംഭവം വെച്ചാൽ ഈ 5 ഐറ്റംസ് ഞാൻ കണ്ടുപിടിക്കുമ്പോൾ ഇവൾ ഇവിടെ ഇല്ലായിരുന്നു. ഞാനത് കറക്റ്റ് ഇവൾ കാണാത്ത രീതിയിലൊക്കെയാണ് പോയി കളക്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ 5 ഐറ്റംസ് എന്തായാലും ഇവിടെ കണ്ണ് കെട്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ ആ കണ്ണ് കെട്ടി കാണിച്ചു തരും. അപ്പൊ നിങ്ങളത് കറക്റ്റ് കാണുക. എന്നിട്ട് എവിടെ കൊണ്ടുവന്നെങ്കിലും രുചിച്ച് നോക്കിക്കുക, അല്ലെങ്കിൽ മണത്ത് നോക്കിക്കുക, അല്ലെങ്കിൽ തൊട്ട് നോക്കി നമുക്ക് സാധനം എന്താണെന്ന് തിരിച്ചറിയിപ്പിക്കണം. ഓക്കെ, തിരിച്ചറിയിക്കണം. അതാണ് നമ്മളെ ചലഞ്ച്. അപ്പൊ ഞാൻ പോയി സാധനം എടുത്തോണ്ട് വരാം. മൈക്കും പിടിച്ചോണ്ട് നീ പാട്ടും പാടിയിരുന്നു. ബൈ ബൈ. അല്ല കണ്ണിട്ടുണ്ട് വേണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ഞാൻ കണ്ണ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ സാധനങ്ങൾ കൊണ്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഐറ്റംസ് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും, ഇവർക്ക് എന്തായാലും കാണാൻ പറ്റില്ല. എവിടെ നീ അത് തൊട്ട് നോക്കിയോ രുചിച്ച് നോക്കിയോ നമ്മളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ പോയി സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാം. ഈ രുചിച്ച് നോക്കി എന്ന് പറയുന്നത് എന്തോ ഒരു പണിയുള്ള സാധനമാണ്. ചുമ്മാ രുചിച്ച് നോക്കിയുള്ള വാക്ക്. അപ്പോൾ ഗൈസ് ഞാൻ സാധനം കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം എന്താണ്ട് ഇവിടെ ടേബിളിൽ ഞാൻ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം. മൊത്തം 5 ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട് ഈ ഐറ്റമാണ്. ഈ ഐറ്റം ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം, കണ്ടല്ലോ. ഇതൊരു ഐറ്റമാണ്. 5 ഐറ്റത്തിൽ ഒന്നാണ് ഇതൊരു ഐറ്റമാണ്. ഒന്നുകിൽ അതായത് രുചിച്ച് നോക്കിയ, കഴിച്ചു നോക്കിയ, അല്ലെങ്കിൽ മണത്ത് നോക്കിയാൽ അറിയാം. രണ്ടാമത്തെ ഐറ്റം ഇതാണ് ഐറ്റം. ഐറ്റം ഒന്ന് സൂക്ഷിച്ചു നോക്കുക, എന്താണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ കണ്ടുപിടിച്ചോളാം. ഇത് നല്ല രീതിയിൽ സൂക്ഷിച്ചു നോക്കണം, എങ്കിൽ ഐറ്റം അറിയാൻ പറ്റും. ഇതൊരു ഐറ്റമാണ്. മൂന്നാമത്തെ ഐറ്റം എന്താണ്ട്, ഇതാണ് മൂന്നാമത്തെ ഐറ്റം. നാലാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് ഐറ്റം, നാലാമത്തെ ഐറ്റം. ഓക്കെ, ഇനി 5ാമത്തെ ഒരു ഐറ്റം ഉണ്ട്. അതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റമാണ്. അതിന്റെ പാക്കെല്ലാം വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതാണ് 5ാമത്തെ ഐറ്റം. ഇത് 5ാമത്തെ ഐറ്റമാണ് ഗായ്സ്. അപ്പൊ ഈ ഐറ്റങ്ങള് ഒന്നിനെ തൊട്ട് നോക്കുകയോ രുചിച്ച് നോക്കുകയോ അറിയണം ഈ 5ാമത്തെ ഐറ്റം എന്താണെന്ന്. ഓക്കെ, 5ാമത്തെ ഐറ്റം നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഐറ്റം ഞാൻ കൊടുക്കുകയാണ്. കയ്യിൽ ഇതാണ് എന്റെ കൈ. ഇതെന്താ ഐറ്റം നോക്കിയേ. ഐറ്റം എന്താണെന്ന് പറയാ. തൊട്ട് നോക്ക്, വേണമെങ്കിൽ രുചിച്ച് നോക്ക്, വേണമെങ്കിൽ മണപ്പിച്ച് നോക്ക്. എന്താണ് ഞാൻ ചെയ്തു? ഇത് പൂവാണ്. പൂവല്ലേ, ഇലയാണ്? എനിക്ക് മണമൊന്നും കിട്ടാനില്ല. കൊറോണയെങ്ങാണായാന്തോ. സത്യം, ഇത് പൂവാണ് ഗൈസ്. എന്തൊരു പൂവാണെന്നൊന്നും അറിഞ്ഞൂടെ. പൂവാണ്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ നോക്കിയോ. ഹായ് റോസാപ്പൂ. ഓക്കെ, അപ്പൊ പൂവാണ്, സമ്മതിച്ചേ. അപ്പൊ അതില് അവള് വിജയിച്ചിട്ടുണ്ട്. അപ്പോ അവള് ജയിച്ചിരിക്കുന്നു ഗൈസ്. ഇനി 2ാമത്തെ ഐറ്റം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. 2ാമത്തെ ഐറ്റം ഇതാണ് നമ്മുടെ 2ാമത്തെ ഐറ്റം. അപ്പൊ 2ാമത്തെ ഐറ്റം അവള് കൈ നീട്ടിയിരിക്കുകയാണ്. അപ്പൊ 2ാമത്തെ ഐറ്റം നമുക്ക് അവൾക്ക് എടുക്കാം. നോക്കേ, രുചിച്ച് നോക്കേ, തിന്നോക്കിയാണ്, തിന്നോക്കടി. ജെംസ് മിഠായി, അതാണ് ജെംസ് മിഠായി. ജെംസ് മിഠായി.
തിന്നു നോക്ക്. തിന്നു നോക്ക് നീ. ഇല്ല തിന്നൂല. ഇക്ക എനിക്ക് എന്തോ പണി തരണേണ്. നീ തിന്നു ആകടെ. ഇല്ല ഇല്ല നോക്ക്. ജീരക മുട്ടായി കണക്ക് തന്നെ. എനിക്ക് വേണ്ട. ജംസ് മുട്ടായി ഉറപ്പിച്ച്. ആ 1-ാം തരം, ആ 2-ാം തരം, 3-ാം തരം 3-ാം തരം. ജംസ് മുട്ടായി. ഓക്കെ ഗായ്സ്, അപ്പൊ അവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ജെംസ് മുട്ടായി എന്നാണ്. അപ്പൊ അവിടെ ഉത്തരം കറക്റ്റ് ആയിരിക്കുന്നു. ജെംസ് മുട്ടായിയാണ്. കണ്ണു തുറന്ന് നോക്കൂ ഗായ്. പക്ഷെ ഗായിന്ന് കണ്ണു തുറന്ന് നോക്കടി. സൂപ്പർ ജെംസ് മുട്ടായി അണ്ണ. പൊടി എന്ത് ജംസ് മുട്ടായി? ജെംസ് മുട്ടായി സൂപ്പർ അല്ലേ? എവിടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ജെംസ് മുട്ടായിയാണ് അവളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത്. ജെംസ് മുട്ടായി ഇത് സൂപ്പറാണ്. ജെംസ് മുട്ടായി എടി, ഇത് കഴിച്ചു കഴിഞ്ഞാൽ മരിക്കാനാ. ഇത് ആട്ടുമുളുക എന്ന് പറയുന്ന ഇത് ഗൈസ്, ഇത് സംഭവം ആട്ടുമുളുകയാണ്. നമ്മുടെ ആട്ടിന്റെ കഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ ആട്ടും പുളുക എന്നറിയപ്പെടും. അപ്പൊ ആട്ടുമുളുകയാണ് ഞാനിപ്പോൾ കൈ കൊടുത്തത്. അപ്പൊ എന്തായാലും ഇതിൽ ഈ ചലഞ്ചിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. അപ്പൊ നല്ല രീതിയിലുള്ള റിസൾട്ട് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആട്ടുംപുളുക്ക നമ്മൾ വിജയിച്ചോ. ആട്ടുംപുളുക്ക. അപ്പൊ ആട്ടുംപുളുക്ക നമുക്ക് ചെടിക്ക് വളമായിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ എന്ന് വെച്ചാല് നമ്മള് പ്രകൃതി സ്നേഹികളാണ്. നമുക്ക് പറയട്ടെ ഒരു കുറച്ച് എന്തൊരു എണ്ണ നിനക്ക് ഇടിച്ചു കയറ്റി കേട്ടോ. ചെടിക്ക് കുറച്ച് വളമായിട്ട് കൊടുത്തു. അപ്പൊ നെക്സ്റ്റ് ഗായ്സ്, അടുത്ത ചലഞ്ച് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. കണ്ടുപിടിച്ചോ? ഇത് നമ്മളെ മൊയല്. എങ്ങനെ കണ്ടുപിടിച്ച്? എനിക്കറിയാല്ല. എങ്ങനെ? എനിക്കറിയാം എന്റെ മൊയല്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്നാലും നമ്മള് എനിക്ക് നോക്കണ്ട, ഇത് നമ്മളെ മൊയല്. ഓക്കെ, അപ്പൊ നമ്മളെ മൊയൽക്കുട്ടനെ അവള് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെ ചോട്ടുവിനെ അവള് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഗായ്സ്. ഞാൻ അല്ലെങ്കിലും ആര്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. പതുക്കെ. അല്ല, വേദനിക്കുന്ന സാധനമാണ് തന്നെ. വേദനിക്കുന്ന സാധനം തന്നെ. അമ്മ കണ്ടുപിടിച്ചോ നീ? നല്ല രീതിയിൽ. എന്തൊരു നനയണൊന്നും ഇല്ല, അത് നീ കണ്ടുപിടി. എന്താണ് സംഭവം? മണ്ണ. ഗൈസ്, രുചിച്ച് നോക്കടി. ഇത് മണ്ണാണ്. എനിക്ക് തോന്നണ ആട്ടും പുഴിക്കയില് ഇതൊക്കെ കാണാം. എനിക്കിത് അറിഞ്ഞൂടാ. പെട്ടെന്ന് മാറ്റണം. എനിക്കിത് വേണ്ട. നോക്ക്, എന്തിനാണ് അറിയണ്ടേ? എന്തിനാണ് നോക്ക്. ഇത് വെള്ളം നനഞ്ഞ മണ്ണ്. വെള്ളം നനഞ്ഞ മണ്ണ? സീരിയസ് ആയിട്ട്? സത്യം? ഉറപ്പിച്ച്? 100%? കണ്ണുറന്ന് നോക്കിയോ? പിടി. വേണ്ട, നീ ഞാൻ തുറന്നുതരാം. കണ്ണുറന്ന് നോക്കിയോ? മണ്ണിരയായിരുന്നു എടി. ഇത് വാമ്പുഴു നല്ലതല്ലേ? നമ്മുടെ മണ്ണിലെ പുഴുന്ന് വെച്ചാ, ഈ മണ്ണിലെ വാമെന്ന് വെച്ചാല് അത് പ്രകൃതിയില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അതായത് ഈ സാധനം ഉണ്ടെങ്കിൽ ചെടിക്ക് നല്ല എന്തോ പ്രതികാരം തീർക്കുകയാണ് ഗായ്സ്. അപ്പൊ ഈ ചലഞ്ച് വ്യത്യസ്തമായ ചലഞ്ച് അല്ലായിരുന്നു ഗായ്സ്. മണ്ണിര കൊണ്ടുള്ള ചലഞ്ച് ആയിരുന്നു ഞാൻ കൊടുത്തത്. അപ്പൊ ഈ ചലഞ്ച് ഞാൻ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്തായിട്ട് കൊടുക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സാധനമാണ് കൊടുക്കാൻ പോകുന്നത്. ഇതുകൾ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണം. ഇതാണ് സാധനം മക്കളെ. ഇത് മണത്ത് നോക്കണം, രുചിച്ച് നോക്കണം. കയ്യില് വെച്ചാൽ അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കയ്യില് വെക്കണോ? മണപ്പിച്ച് നോക്ക് നീ. മണപ്പിച്ച് നോക്കടി എടി. നീ ഈ സാധനം മണപ്പിച്ച് നോക്കിയാൽ നിനക്ക് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. അത് വേറെ, അത് മൈക്ക്. ഈ സാധനം ഞാൻ നിന്റെ മൂക്കിലിട്ട് എടുത്തുകൊണ്ട് തരാം. നീ മണപ്പിച്ച്. ഓക്കെ, കയ്യിൽ വെച്ച് മണത്ത് നോക്ക്. എന്നാ ഇതാണ് ഐറ്റം. കയ്യിൽ വെച്ച് മണത്ത് നോക്ക്. കയ്യിൽ വെച്ച് മണത്ത് നോക്കടി. എന്തരി ഇതെങ്ങനെ മനസ്സിലായി? കഴിവാത്ത സാധനം കൊണ്ട് ഇത് കഴിയ സാധനമാണ്. കഴിവാത്തതല്ല. 5 പോടി. ഞാൻ ഒരു ദിവസം ഇട്ട് അന്ന് കഴിവിട്ട് പിറ്റേ തന്നെ ഇട്ടാണ്. നീ എന്തിനു പറയണ? ആദ്യം വെച്ച സാധനം കൊണ്ട് വന്നേക്കാണ്.
അപ്പൊ ഗായ്സ് 5 ചലഞ്ചിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ചലഞ്ച് ആയിരുന്നു ഗായ്സ്. 3 ഞാൻ പറഞ്ഞിരിക്കുന്നു. ഈടാ എന്നാലും 2 തോറ്റ 3 ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഗായ്സ് അപ്പൊ നമ്മളെ ഈ വ്യത്യസ്തമായ രീതിയിലുള്ള ചലഞ്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത ചലഞ്ച് എവളതാണ്. അപ്പോൾ ഇത് തിരിച്ച് ഞാൻ കണ്ണ് കെട്ടിട്ട് ഇനി എവൾ എന്തൊക്കെയാണ് കൊണ്ടുവച്ചിരുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഓക്കെ അതാവത്തേ ഇത് പിടിച്ചോ, മൈക്ക് പിടിച്ചോ. പ്രഷറോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, കാണിച്ചു തരാം. ഈ ചലഞ്ചിൽ തോറ്റാൽ തന്നെ നിങ്ങൾക്ക് ഒരു അനുഭവം കിട്ടും. ആയിക്കോട്ടെ. എങ്ങനെ 5 ദിവസമായി കാണും കൈ വീഴ്ത്തി. 5 ദിവസം ഓട്ട വീണ സാധനം പണ്ടത്തെ തോന്നുന്നത്. ഓട്ടയൊന്നുമില്ല ഗൈസ്, ഇത് ഓട്ട വീന്നൊന്നുമില്ല ഗൈസ്. നീ നിന്റെ ചലഞ്ച് നോക്കട്ടെ. അപ്പൊ ഈ വ്യത്യസ്തമായ രീതിയിലുള്ള ചലഞ്ച് ഞാൻ ഇന്ന് ജയിക്കും മോളൂസേ. കണ്ടൂടാ. കണ്ടുകൂടാടി, സത്യം കണ്ടുകൂടാ, ഉറപ്പായിട്ടും കണ്ടുകൂടാ. നീ ഇരുന്ന സൈഡിൽ ഇരുന്നു, നീ എവിടെ വേണമെങ്കിലും ഇരുന്നു. നീ ശബ്ദം വെച്ചിട്ട് നീ ഇട സൈഡല്ലേ ഇരിക്കണ. എടി കണ്ടുകൂടാ, ശബ്ദം വെച്ച് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചളി സാധനങ്ങളൊക്കെ ആയിരിക്കും കണ്ടുവരണം. എന്തെങ്കിലും ചളി സാധനങ്ങളൊക്കെ ആയി. മൈക്ക് വെച്ച് പറയടി, ഇനി ചിലപ്പോ പറയണ കേക്കാൻ പറ്റൂല. ഇതൊക്കെ പിന്നെ ആവശ്യം പോലെ ഉണ്ട്, ഇതേ ഉള്ളൂ. ഇത് പിന്നെ ഇക്ക ഡെയിലി യൂസ് ചെയ്യണ സാധനമാണ്. ഇക്ക ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ വെറും മരം മണ്ടനായി പോകും. ഈ സാധനം ഇക്കൊക്കെ അറിയാം. ഇത് പിന്നെ പറയണ്ടല്ലോ എന്തിനാണ്, ഇതെന്നും യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സാധനം ഞാൻ കയ്യിലോട്ട് അങ്ങ് തരാം. ലാഗ് അടിപ്പിക്കണില്ല. എന്റെ റോസാപ്പൂ തോനെ ഇരിക്കട്ടെ, ആവശ്യം വരും. കണ്ടുപിടിച്ചാലും ഇക്കാക്ക് ഇതേ ഉള്ളൂ. തിന്നോക്ക്, തിന്നണത് തന്നെ. ഓ, കഴിക്കണ സാധനം തന്നെ, തിന്നു നോക്കിക്കോ. അച്ചപ്പത്തിന്റെ ഒരു മണം. തിന്നു നോക്കിക്കോ. ഇതില് രുചിയൊന്നും ഇല്ലല്ല. ഇതെന്തൊരു മുട്ടായിയുടെ ഒരു മണം പറഞ്ഞു. മുട്ടായിയുടെ എന്താ സംഭവം? എന്തുവാ എന്തെങ്കിലും പറ. ചോക്കണക്കിരിക്കണ്, ചോക്കണക്ക്. അപ്പൊ അതെന്തിനായിരിക്കും? ഇതില്ല, അത് മറ്റേ പശുവിനെ പുണ്ണാക്ക്. നീ എന്നെ കൊണ്ട് പുണ്ണാക്കി ഇറ്റിപ്പിച്ചാണേ. ഓ, അതാണ് നീ പറഞ്ഞത്, എനിക്ക് ആവശ്യം പോലെ ഉള്ളതാണെന്നല്ലേ. ഓ, പുണ്ണാക്ക്, എന്റെ തലേ പുണ്ണാക്കാണെന്നാണ് നീ ആ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഓ, ആയിക്കോട്ടെ. അപ്പൊ നമ്മളെ രണ്ടാമത്തെ ഐറ്റം ഗൈസ്, ഇത് സാധാരണ മെൻസ് എല്ലാവരും യൂസ് ചെയ്യണ സാധനമാണ്. ഇത് കണ്ടുപിടിക്കണം. ഓക്കെ ഗായ്സ്, ഇത് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമാണ്. ഇത് സംഭവം വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ഡ്രിമ്മറാണ്. ഡ്രിമ്മറിന്റെ അടപ്പാണെന്നാണ് തോന്നുന്നത്. ഡ്രിമ്മറിന്റെ അടപ്പ് ആണാ? തുറന്നോക്ക്, കണ്ണ് തുറന്നു നോക്ക്. അത് തുറന്നു നോക്കാതിൽ എന്തിരിക്കണേ? അപ്പൊ ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്നാ പുണ്ണാക്കും പറഞ്ഞു. അത് ഞാൻ ഗ്ലൂ വന്നോണ്ടല്ലേ ഇക്കാടെ തലക്കകത്തിരിക്കണെന്ന് പറഞ്ഞോണ്ട്. മോയക്കൂട്ടോടെ ഓടിക്കാടി ചാടി കളിക്കുകയാണ് എന്റെ കാലിൽ കൂടെ. ഇത് കാക്ക ആവശ്യം പോലെ ഉണ്ട്. നമ്മളെ മൂന്നാമത്തെ ഐറ്റം ഇരിക്കട്ടെ, പെട്ടെന്നാവട്ടെ. പറയൂ, തിന്ന്, നല്ല ടേസ്റ്റാ.
രുചിയൊന്നുമില്ല. കൊറോണക്കാ രുചിയുള്ള സാധനമാണ് ഇതൊക്കെ. ഇതെന്തര ഉണക്ക സാധനമാണെന്നാണ് തോന്നണത്. എന്നാലും പറഞ്ഞോ. മണവും ഇല്ല. കൊറോണ. അപ്പൊ ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കുകയാണ്. ആന്റിജൻ ടെസ്റ്റ് ഞാൻ നടത്തിയില്ല. പോവാന്തി മണത്തെ രുചിച്ച് നോക്കിയല്ല. ഗായ്സ് ഇതെന്താ ഐറ്റം? ഒരു ക്ലൂ തരാവോ? നോ. ഒരു ക്ലൂ, ചെറിയ ക്ലൂ. ഇതാണ് കിഴങ്ങാണ്. ഇത് ഉണക്ക മരിച്ചീനിയാണ്. അപ്പൊ ഒരു കിഴങ്ങനാണ് എന്നാണ് നീ പറഞ്ഞല്ലേ? ആയിക്കോട്ടെ, പണി ഞാൻ തരുന്നുണ്ട്. ഇത് ഇക്ക പറഞ്ഞില്ലെങ്കിൽ വെറും മണ്ടനാണ് കേട്ടോ. ഇത് ഇക്ക എന്നും ഒരു 4 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യണ സാധനമാണ്. ഇത് നമ്മുടെ കമ്പനി ലാവണ്യ എന്ന് പറയുന്ന കമ്പനിയുടെ ലാവണ്യ കമ്പനിയുടെ പൗഡറാണ്. അത് പൗഡർ എന്ന് വെച്ചാല് മറ്റേ ചോക്ലേറ്റ് അല്ല, മിൽക്കി ബാർ മുട്ടയുടെ ആ ഒരു ഫ്ലേവർ, വാനിലയുടെ ഫ്ലേവർ ഉള്ള ചോക്ലേറ്റ് മിൽക്കി ബാർ, വാനില ഫ്ലേവറിൽ വരുന്നൊരു മണമുള്ള സാധനമാണ്. പൗഡർ തുറന്നു നോക്കിക്കാണ് ആ കമ്പനി. ലാവണ്യ അല്ല, ലസ്മിയ. ഓക്കെ, സോറി, തെറ്റിപ്പോയി. എന്തായാലും പൗഡർ എല്ലാം തെറ്റാണ്. ഇന്ന് യൂസ് ചെയ്യണ സാധനമാണ് ലസ്മിയുടെ ചോക്ലേറ്റ് പൗഡർ ആണ്. അത് തന്നെ പറഞ്ഞത്. ചോക്ലേറ്റ് അല്ല, അത് വാനിലയുടെ മണമാണ്. സോറി ഗൈസ്. നിനക്കറിഞ്ഞൂടാന്ന് പറഞ്ഞ എനിക്കറിഞ്ഞൂടെ? ഇത് എന്നും യൂസ് ചെയ്യണ സാധനമാണ്. എല്ലാം ഇക്ക എന്നും യൂസ് ചെയ്യണ സാധനങ്ങളാണ്. ഗായ്സ് ഇതൊക്കെ ഇതെന്തോ നീ എടുത്തോണ്ട് വന്നത്? ഈ 5 ഐറ്റമാണ് നീ എന്നെ പറ്റിക്കൊണ്ടെന്ന്. ഞാൻ സത്യം പറയാം, എനിക്ക് വീഡിയോ എടുക്കണതിന് ഒരു 1/2 മണിക്കൂർ മുമ്പാണ് എനിക്ക് പറഞ്ഞത് ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ സാധനങ്ങൾ, അല്ല വീഡിയോ എന്ന് പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പൊ എനിക്ക് ടൈം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം റെഡി ആവണം, സാധനങ്ങൾ കണ്ടുപിടിക്കണം. ഈ മൈക്ക് പോലും ഇക്ക ചാർജിൽ വെച്ചിട്ടില്ലായിരുന്നു ഗൈസ്. അപ്പം എനിക്ക് എന്റെ വശത്താണോ നിങ്ങൾ? പറയൂ. എടി സംഭവം വെച്ചാല് നമ്മളിപ്പോ വീഡിയോ ഇടായിരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഓൾറെഡി അൺസബ്സ്ക്രൈബ് ചെയ്യോ ഇല്ലേ? ഒന്നാതെ നീ ആണെങ്കിൽ മുമ്പ് ഈ വീഡിയോസ് ഒന്ന് റീച്ച് ആവാൻ വേണ്ടി നീ ഉള്ള വളിപ്പ് വീഡിയോകളാണ് മൊത്തം ഇട്ടിരിക്കണേ യൂട്യൂബിൽ. ഇപ്പൊ ഒരു സബ്സ്ക്രൈബർ ഇപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിച്ചു. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവര് അടുത്ത നമ്മളെ വീഡിയോ വരാതിരിക്കുമ്പോ നമ്മളെ പഴയ വീഡിയോകളായിരിക്കും ചിലപ്പോൾ വരുന്നത്. പഴയ വീഡിയോകൾ വരുമ്പോ അവര് നോക്കുമ്പോ നിന്റെ പഴയ ഇങ്ങനെ ഓഞ്ഞാട് ഇങ്ങനെ മോന്തവായിരിക്കും. അപ്പൊ അതിന് യാത് കൊച്ചെന്ന് പറഞ്ഞ അവരത് നമ്മളെ ചാനല് പറയട്ടെ. അപ്പൊ നമ്മളെ ചാനൽ അവര് അൺസബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. നിന്റെ അടുത്ത് ഒരാഴ്ചക്ക് അത് 2 വീഡിയോ എങ്കിലും ഇടാൻ പറയണം. അതിനായിട്ട് നിന്നെ വിളിക്കാൻ നീ പറയും എനിക്ക് തുണിയാണേക്കാ, എനിക്ക് റൂം ക്ലീൻ ചെയ്യണേക്കാ, അത് ചെയ്യണേക്കാ, ഇത് ചെയ്യണേക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. മനസ്സിലായല്ലോ ഗൈസ്, ഈ മനുഷ്യൻ എന്നെ ഒന്നും സഹായിക്കാറില്ല. ഇപ്പൊ ഞാനല്ല നിനക്ക് തുണിയെ കിട്ടിയെന്ന്. എപ്പ കഴിവി, എന്ന് കഴിവി, ഏത് സമയത്ത് കഴിവി. അപ്പൊ ഗായ്സ് ഇപ്പൊ നമ്മുടെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നുമല്ല, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എങ്കിലേ ഇതുപോലെ ചിരിക്കുന്ന വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ കൊണ്ടുവരികയുള്ളൂ. അപ്പോ നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടി അടിച്ച് പൊടിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ. പോ. ഇറങ്ങി പൊക്കോളൂ.